ആത്മീയ ഭോജ്യത്തിൽ നാം പന്തക്കുസ്ത തിരുനാളിനോട് അടുക്കും തോറും നമ്മൾ കൂടുതൽ തീവ്രമായ ഒരു ഒരുക്കം നടത്തിക്കൊണ്ട് വരികയാണ്. നമുക്കറിയാം സ്വർഗാരോഹണ തിരുനാളാണ്. അടുത്ത ഞായറാഴ്ച നമുക്ക് പന്തക്കുസ്ത തിരുനാളുമാണ്. 40 ദിവസത്തെ ഒരു പ്രോഗ്രാമായിട്ടാണ്, ഒരുക്കമായിട്ടാണ് നമ്മൾ തുടങ്ങി വന്നത്. ഇപ്പോൾ അതിൻ്റെ തീവ്രമായ രീതിയിൽ ഒരുക്കം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് കൊടുക്കാവുന്ന ഒരു ടൈറ്റിൽ ദൈവത്തിൻ്റെ സ്നേഹക്കാറ്റ്. നമുക്കറിയാം ദൈവം സ്നേഹമാണ്. ഈ ദൈവത്തിൻ്റെ ഒരു കാറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ സ്നേഹക്കാറ്റ്. ഈ കാറ്റ് കിട്ടി സ്നേഹിക്കാൻ നാം തയ്യാറാകുന്നില്ലെങ്കിൽ, സ്നേഹത്തിൽ നാം വളരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഭൂലോക പരാജയമായിരിക്കും. വേറെ എന്തെല്ലാം നമുക്ക് നേടാൻ പറ്റിയാലും സ്നേഹം എടുക്കാനും ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റുന്നില്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ഏതാനും ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സഭ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. സുവിശേഷങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. യേശു പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന സുവിശേഷങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം, ഒരു ക്യാപ്സ്യൂൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2761 പാരഗ്രാഫ് വായിച്ചാൽ ഈ കാര്യം സഭ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് ഇതുപോലെ നമുക്കിനി ബൈബിൾ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിയാൽ ബൈബിൾ മൊത്തം എടുക്കുമ്പോൾ അതിൻ്റെ കാതലായ ഒരു സന്ദേശം വേണമെങ്കിൽ നമുക്ക് ഒരു 5 കാര്യങ്ങളിൽ ഒതുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിച്ചൊരു കാര്യം, ദൈവത്തിന് കൊടുത്ത ഒരു നിർവചനം, ഗാഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. ഈ ദൈവത്തെ അറിയാത്തവർക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഈ ദൈവത്തെ സ്നേഹിക്കാത്തവർ ആ ദൈവത്തെ അറിയാത്തവരാണ്. അതാണ് ഈ വചനത്തിൻ്റെ കാതലായ സന്ദേശം. രണ്ടാമതൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ബൈബിൾ നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ഒരു കൽപ്പന എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നാണ് ബൈബിളിൽ പലയിടങ്ങളിൽ നമ്മൾ കാണുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവരും ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നവരും പരസ്പരം സ്നേഹിച്ചേ പറ്റൂ. ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മൾ സ്ഥാപിക്കുന്നത് പരസ്പരം സ്നേഹിക്കുന്നതിലൂടെയാണ്. 1 യോഹന്നാൻ 3:11, 4:11 ഈ 2 വചനഭാഗങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. മൂന്നാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സ്നേഹിക്കാത്തവരിൽ ദൈവമില്ല. ഒരു കാര്യം കൊന്തയും എന്തിങ്ങും ഒക്കെ കഴുത്തലിട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പലതും നമ്മൾ കൈവശം വെച്ചിട്ടുണ്ടായിരിക്കാം, പടങ്ങളും രൂപങ്ങളും ഒക്കെ. സ്നേഹിക്കുന്നവരല്ലേ നിങ്ങളിൽ ദൈവമില്ല. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അവർ ദൈവത്തിൽ വസിക്കുന്നവരുമല്ല, അവരിൽ ദൈവം വസിക്കുന്നുമില്ല. ഇത് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ ദൈവം വസിക്കുന്നത് ആരിലാണ്? സ്നേഹിക്കുന്നവരിലാണ്. പരസ്പരം സ്നേഹിക്കുമ്പോൾ അവരിൽ ദൈവം വസിക്കുന്നു, അവർ ദൈവത്തിലും വസിക്കുന്നു എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 4-ാമത്തെ കാര്യം ഇതാണ്, സ്നേഹിക്കുന്നവർക്ക് പാപം ചെയ്യാൻ പറ്റില്ല. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 6-ാമത്തെ വചനം. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നാം പാപം ചെയ്യത്തില്ല. ഇപ്പോഴും നമ്മൾ പാപജീവിതം അതിലാണ് ആവേശത്തോടെ മുഴുകുന്നെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല എന്ന്. 9-ാമത്തെ വചനം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ഈ വീണ്ടും ജനനം അതാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ നമ്മിൽ സാധ്യമാകേണ്ടത്. അങ്ങനെയുള്ളവർ പാപം ചെയ്യാതെ ജീവിക്കും. 5-ാമത്തെ കാര്യമാണ്, സ്നേഹമാണ് ശരിക്കും ഒരാളെ ക്രിസ്ത്യാനിയാക്കി മാറ്റുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ക്രിസ്ത്യാനിയുടെ നാമമുണ്ടെങ്കിലും കഴുത്തിൽ കൊന്തയും എന്തിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹിക്കുന്നില്ലെങ്കിൽ ഭൂലോക പരാജയം. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ സ്നേഹിക്കുമ്പോഴാണ് ക്രിസ്ത്യാനികളാകുക. പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവർ പറയേണ്ടത്. ഈ 5 കാര്യങ്ങൾ ബൈബിളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവമക്കളാവുക, സ്വർഗത്തിന് അർഹരായി മാറുക. ഇനി ഇത് സാധ്യമാകാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം ദൈവത്തിൻ്റെ സ്നേഹക്കാറ്റ്, പരിശുദ്ധാത്മാവ് അത് നമ്മുടെ മേൽ വീശുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ ആഗ്രഹിച്ച് വരും ദിവസങ്ങളിൽ നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങണം. നമുക്കറിയാം, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ
പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാറ്റാണ്. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ചില തെളിവുകൾ, ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിൻ്റെ ഒരു കാറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന വചനങ്ങൾ. യോഹന്നാൻ 3:16, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ, തൻ്റെ ഏകജാതനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വചനം വായിക്കുമ്പോൾ, സ്വപുത്രനെ നൽകിയ പിതാവ് മറ്റ് വരങ്ങളും ദാനങ്ങളും നൽകാതിരിക്കോ? അതെല്ലാം ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. ജെറമ്യായുടെ പുസ്തകം 31:3 വായിച്ചാലോ അവിടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയണം, ഈ സ്നേഹം കിട്ടാൻ ലോകത്തെ നമ്മൾ അമിതമായി സ്നേഹിക്കുന്നത്, ദൈവത്തെക്കാൾ കൂടുതൽ ലോകത്തെ സ്നേഹിക്കുന്നത് തടസ്സമാണ്. അപ്പം അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഗണത്തിൽ പെടണം. ലോകത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ ദ്വേഷിക്കുന്നവരായി മാറും. ലോകത്തെ ദ്വേഷിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ആ ഗണത്തിൽ പെടുക. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 എടുക്കുമ്പോൾ, ലോകത്തെ സ്നേഹിക്കുന്നവരിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടാകില്ല. പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. മത്തായി 6:24 എടുക്കുമ്പോൾ, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല. യാക്കോബ് 4:4 വായിച്ചാലോ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. പരിശുദ്ധാത്മാവിനെ വേണം, അഭിഷേകം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിൻ്റെ വസ്തുക്കളെ സ്നേഹിക്കരുത്, ലോകം നമുക്ക് ദൈവത്തെക്കാൾ വലുതാകരുത്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നാം നമ്മുടെ വിളി മറന്ന് ജീവിക്കരുത് എന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വേണം. ദൈവത്തിൻ്റെ സ്നേഹക്കാറ്റ് നമ്മുടെ മേൽ ആഞ്ഞു വീശണം. റോമ 1:6 പറഞ്ഞിരിക്കുകയാണ്, യേശുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. റോമ 1:7, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഗലാത്യർ 5:13, സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. എഫേസസ് 4:4, പ്രത്യാശയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. കൊളോസസ് 3:15, സമാധാന ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. 1 തീമത്തി 6:12, നിത്യജീവനെ മുറുകെ പിടിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ സ്നേഹക്കാറ്റ് നമ്മുടെ മേൽ ആഞ്ഞു വീശണം. ഒരു പുതിയ പന്തക്കുസ്ത നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പന്തക്കുസ്ത തിരുനാളിനോട് അടുത്തു വരുന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിനായി ഒരുക്കണമേ. അഭിഷേകത്തിന് തടസ്സമാകാവുന്ന സകല കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും വിശ്വാസത്തോടും ദാഹത്തോടും കൂടെ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വാഗ്ദാനം ഞങ്ങളിൽ നിറവേറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഇറങ്ങി പ്രവർത്തിച്ച് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് സാധിച്ചു തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.